പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. 3 മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തു. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്. അടുത്ത നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് ആണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ അല്ലെങ്കിൽ റിയൽ നമ്പർ എന്ന് പറയുന്നത് നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ അല്ലെങ്കിൽ റിയൽ നമ്പർ എന്ന് പറയുന്നത്. എങ്ങനെ, ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ ഓർ റിയൽ നമ്പേഴ്സ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി? അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിന് 2 പാർട്ട് ഉണ്ടാവും മെയിനായിട്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഇൻറ്റിജർ പാർട്ടും. പോയിൻറ്റിന് മുമ്പുള്ള ഇൻറ്റിജർ പാർട്ടും പോയിൻറ്റിന് ശേഷമുള്ള ഫ്രാക്ഷണൽ പാർട്ടുമാണ്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 പാർട്സ് ആയിട്ട്, മാൻഡിസ ആൻഡ് എക്സ്പോണൻറ്റ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടിട്ട് 25.45 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ആ ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓക്കെ, 25.45 can be written as 0.2545 into 10 raised to 2. Okay, where 0.2545 is the Mandisa and power 2 is the exponent. ഇതാണ് മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമ്പറിന് ഇങ്ങനെ എഴുതുന്നത് 0.2545 ഇൻറ്റു 10 raised to 2. ഇതാണ് മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റ് പറയുന്നത്. ഇതിൽ 0.2545 ഈസ് ദി മാൻഡിസ ആൻഡ് പവർ 2 ഈസ് ദി എക്സ്പോണൻറ്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു റിയൽ നമ്പറിന് മെയിനായിട്ട് 32 ബിറ്റ് വേർഡ് ലെങ്ത് ആയിട്ടാണ് ഒരു റിയൽ നമ്പറിനെ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 32 ബിറ്റാണ് മൊത്തം ആവശ്യമുള്ളത്. ക്ലിയർ അല്ലേ? ഹിയർ 24 ബിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് മാൻഡിസ. അതിൽ 24 ബിറ്റ്സ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? മാൻഡിസ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും. ആൻഡ് റിമൈനിങ് 8 ബിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് എക്സ്പോണൻറ്റ്. ബാക്കിയുള്ള 32 24 8 ബിറ്റ്സ് ആണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പോണൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, അതിൽ തന്നെ മാൻഡിസയിലെ ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റായിട്ട് യൂസ് ചെയ്യും. അതേപോലെ എക്സ്പോണൻറ്റിലെ ഫസ്റ്റ് ബിറ്റിനെ അതിൻ്റെ എക്സ്പോണൻറ്റിൻ്റെ സൈൻ ബിറ്റായിട്ടും റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഡെസിമൽ പോയിന്റ് വരാറുണ്ടല്ലോ ഇതിൽ. ഫ്രാക്ഷണൽ നമ്പറിന് പോയിന്റ് വരാം. പോയിന്റ് ഈസ് ടു ദി റൈറ്റ് ഓഫ് ദി സൈൻ ബിറ്റ് ഓഫ് മാൻഡിസ. മാൻഡിസന്റെ സൈൻ ബിറ്റിന്റെ റൈറ്റ് സൈഡിലായിരിക്കും ഡെസിമൽ പോയിന്റ് വരുന്നത്. നോ സെപ്പറേറ്റ് സ്പേസ് ഈസ് റിസർവ്ഡ് ഫോർ സ്റ്റോറിങ് ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റ് സ്റ്റോർ ചെയ്യാൻ എന്ത് വേണ്ട? സെപ്പറേറ്റ് മെമ്മറി ആവശ്യമില്ല, റിസർവ് ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒന്ന് നോക്കുക. എങ്ങനെയാണ് മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് നോക്കുക. മൊത്തം 32 ബിറ്റാണ്. മാൻഡിസ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 24 ബിറ്റ്സ് യൂസ് ചെയ്യും. 24 ബിറ്റ്സ് മാൻഡിസ. ആ മാൻഡിസയിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ സൈൻ ബിറ്റായിട്ട് യൂസ് ചെയ്യും, മാൻഡിസയുടെ സൈൻ ബിറ്റ്. ബാക്കി 8 ബിറ്റ്സ് എക്സ്പോണൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ എന്ത് ഉപയോഗിക്കും? എക്സ്പോണൻറ്റിൻ്റെ സൈൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ഇതാണ് ഒരു റിയൽ നമ്പർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മാക്സിമം വേണ്ടത് 32 ബിറ്റ് വേർഡ് ലെങ്ത്തിലാണ് ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. അതിൽ 24 ബിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് മാൻഡിസ ആൻഡ് 8 ബിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ്
എക്സ്പോണൻറ്റ്. ഓക്കെ, ആ കാര്യങ്ങൾ ഓർക്കുക. പിന്നെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് രണ്ടിൻ്റെയും സൈൻ ബിറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഡെസിമൽ പോയിന്റ് റൈറ്റ് ടു ദി സൈൻ ബിറ്റിൻ്റെ മാൻഡിസയുടെ സൈൻ ബിറ്റിന് റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഡെസിമൽ പോയിന്റിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് മെമ്മറി യൂസ് ചെയ്യും. അടുത്ത ടോപ്പിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇതുവരെ നമ്മൾ പഠിച്ചത് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ഇൻറ്റീജർ നമ്പറിനെയും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെയും റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? മെയിനായിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോംസ് ആണ്. 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ആസ്കി. ഇത് ASCII പ്രൊനൗൺസ് ചെയ്യുന്നത് ആസ്കി എന്നാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. അതാണ് ഫസ്റ്റ് കോഡ്, ആസ്കി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ interchange. Okay, it uses 7 bits to represent each characters in computer memory. ഒരു 7 bits ആണ് ഒരു സാധാ ആസ്കി യൂസ് ചെയ്യുന്നത്. A unique integer number is assigned to each character. ASCII code is converted into binary for storing in memory. അപ്പം 7 ബിറ്റ് കോഡാണ് ആസ്കി. അത് ഒരു യുണീക്ക് ഇൻറ്റിജർ നമ്പർ അസൈൻ ചെയ്യും ഓരോ ക്യാരക്ടറിനെ നമ്മൾ പറയുന്നത് ആസ്കി കോഡ് എന്നാണ്. ഈ ആസ്കി കോഡിനെ വീണ്ടും ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആസ്കി ക്യാൻ റെപ്രസെൻറ്റ് ഓൺലി 128 ക്യാരക്ടേഴ്സ്. അതായത് 2�7 ആണ്. 7 ബിറ്റ് കോഡാന്ന് പറഞ്ഞു. 2�7, അതായത് 128 ക്യാരക്ടേഴ്സ് ആണ് മാക്സിമം ആസ്കി 7 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു നമ്മുടെ കീബോർഡിലുള്ള ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആസ്കി മതി. കാരണം അത്രയും ക്യാരക്ടേഴ്സിന് കീബോർഡിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ആസ്കി കോഡ് ഉണ്ട്. ഓക്കെ, ആ ആസ്കി കോഡ് ഓരോ ക്യാരക്ടറിനും, ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ആസ്കി കോഡ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ A ഈസ് 65 ആണ്. ഓക്കെ, ബൈനറി ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100. നമുക്കറിയാം ബൈനറിയിലേക്കാണ് വരിക. 1000001. ഇതാണ് 65 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ A എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആസ്കി കോഡ് 65. അതിനെ വീണ്ടും ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആസ്കി ഓർക്കുക 7 ബിറ്റ് കോഡാണ്. പിന്നെ ആസ്കി കോഡ് ഡെവലപ്പ് US ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്ത ഒരു കോഡാണ് ആസ്കി എന്ന് പറഞ്ഞ കോഡ്. ഓക്കെ, പിന്നെ അനദർ വേർഷൻ ഈസ് ആസ്കി 8, ഓൾസോ കോൾഡ് എക്സ്റ്റെൻഡഡ് ആസ്കി, വിച്ച് യൂസസ് 8 ബിറ്റ്സ് ഫോർ ഈച്ച് ക്യാരക്ടർ, ക്യാൻ റെപ്രസെൻറ്റ് 256 ക്യാരക്ടേഴ്സ്. ഓക്കെ, ആസ്കി 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് ആസ്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആസ്കി തന്നെ അനദർ വേർഷൻ ആണ്. അത് യൂസ് ചെയ്യുന്ന 8 ബിറ്റ്സ് ആണ്. 8 ബിറ്റ് ആകുമ്പം അതിനെ ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ 2⁸, ദാറ്റ് ഈസ് 256 ക്യാരക്ടേഴ്സ്, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ്കി 8ൽ A ഈസ് റെപ്രസെൻറ്റഡ് ബൈ 0, ഒരു ബിറ്റും കൂടെ കൂടും. അവിടെ 0 ഇട്ട് കൊടുത്തു. 7 ബിറ്റിന് പകരം 8 ബിറ്റ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ കീബോർഡിലുള്ള ഏത് ക്യാരക്ടേഴ്സും റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ത് മതി? ആസ്കി മതി. പിന്നെ ആസ്കി കോഡിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ഓൺലി ലാറ്റിൻ ക്യാരക്ടേഴ്സ്. ലാറ്റിൻ ക്യാരക്ടേഴ്സിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനേ ആസ്കി ഉപയോഗിച്ചിട്ട് പറ്റുള്ളൂ. അപ്പോൾ കീബോർഡിലുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ആസ്കി. അടുത്തത് രണ്ടാമത്തെ കോഡ് എബ്സിഡിക്. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് എബ്സിഡിക് ആണ്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ആൻ 8 ബിറ്റ് കോഡ്. ഒരു 8 ബിറ്റ് കോഡാണ് ഏത്? എബ്സിഡിക് എന്ന് പറഞ്ഞ കോഡും. യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ മാനുഫാക്ചർഡ് ബൈ ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ. IBM മാനുഫാക്ചർ ചെയ്ത കമ്പ്യൂട്ടേഴ്സിലാണ് സാധാരണ ഈ എബ്സിഡിക് എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്ത്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് എൻകോഡിങ് 256 ക്യാരക്ടേഴ്സ്.
കാരണം 8 ബിറ്റ്സ് ആയതുകൊണ്ട് 256 ക്യാരക്ടേഴ്സ് നമുക്ക് മാക്സിമം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും FCDക്ക് എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആസ്കി കോഡ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം, ആ ആസ്കി കോഡിനെ FCDക്ക് റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതേപോലെ ട്രാൻസ്ഫോം ചെയ്യണം. അതേപോലെ ആസ്കി കോഡ് FCDക്ക് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിലാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, FCD കോഡ് ഡാറ്റ ഈസ് ടു ബി യൂസ്ഡ് ഇൻ എ ആസ്കി കമ്പ്യൂട്ടർ, FCD കോഡ് ഹാസ് ടു ബി ട്രാൻസ്ഫോംഡ് ടു ആസ്കി. നേരെ തിരിച്ചും, ആസ്കി ആണെങ്കിൽ FCDക്കും ട്രാൻസ്ഫോം ചെയ്യണം, FCDക്ക് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണെങ്കിൽ ആസ്കിയിലേക്കും ട്രാൻസ്ഫോം ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത കോഡ് ISCII, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് എന്നുകൂടെ പറയും. ഓക്കെ, ദിസ് ഈസ് ആൻ എൻകോഡിംഗ് സ്കീം ഫോർ റെപ്രസെൻറ്റിംഗ് വേരിയസ് റൈറ്റിംഗ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള വേരിയസ് റൈറ്റിംഗ് സിസ്റ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ISCII. ഇറ്റ് യൂസസ് 8 ബിറ്റ്സ് ഫോർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. അത് ഉപയോഗിക്കുന്നത് 8 ബിറ്റാണ്. ഓക്കെ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ എ കമ്മിറ്റി അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഡ്യൂറിങ് 1986-88 ആൻഡ് അഡോപ്റ്റഡ് ബൈ BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പം ഇത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു കോഡാണ്, developed by committee under the Department of Electronics during 1986 to 88 and adopted by BIS, Bureau of Indian Standards and other adopted. Nowadays ISCII has been replaced by Unicode. ഇപ്പം യൂണിക്കോഡ് എന്ന് പറഞ്ഞ കോഡ് വന്നതിന് ശേഷം ISCII എന്ന് പറഞ്ഞൊരു കോഡ് ഇപ്പം നിലവിലില്ല. ഓക്കെ, യൂണിക്കോഡ് അതിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇതാണ് ISCII ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തൊരു കോഡാണ്, 8 ബിറ്റാണ് കോഡ് എന്നുള്ളത് ഓർക്കുക. അടുത്ത കോഡ് യൂണിക്കോഡ്. യൂണിക്കോഡ് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ക്യാരക്ടർ എൻകോഡിംഗ് സ്കീം യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ ഓൾമോസ്റ്റ് ഓൾ റിട്ടേൺ ലാംഗ്വേജസ് ഓഫ് ദി വേൾഡ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇതുവരെ റിട്ടേൺ ആയിട്ടുള്ള ഏതൊക്കെ ലാംഗ്വേജസ് ഉണ്ടോ അതിലുള്ള ഏത് ക്യാരക്ടറും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ് യൂണിക്കോഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആസ്കിക്ക് നമ്മൾ ലിമിറ്റേഷൻ പറഞ്ഞു. എന്താണ് ആസ്കിൻ്റെ ലിമിറ്റേഷൻസ്? അതിന് ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ഓൺലി ലാറ്റിൻ ക്യാരക്ടേഴ്സ്. പക്ഷേ യൂണിക്കോഡ് എന്ന് പറഞ്ഞ കോഡിന് വേൾഡിൽ ഇതുവരെ റിട്ടേൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് ലാംഗ്വേജിലെ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ യൂണിക്കോഡിന് പറ്റും. Okay, Unicode originally used 16 bits which can represent up to 65,536 characters. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒറിജിനലായിട്ട് 16 ബിറ്റ് കോഡാണ്. അതിന് 65,536 ക്യാരക്ടേഴ്സ് വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കോൾഡ് യൂണിക്കോഡ് കൺസോർഷ്യം. യൂണിക്കോഡ് കൺസോർഷ്യം എന്ന് പറഞ്ഞ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഏതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? യൂണിക്കോഡിനെ. ഓക്കെ, നൗഎഡേയ്സ് യൂണിക്കോഡ് യൂസസ് മോർ ദാൻ 16 ബിറ്റ്സ്. ഇപ്പം 16 ബിറ്റ്സിനേക്കാളും കൂടുതൽ യൂണിക്കോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലോകത്തുള്ള ഏത് ലാംഗ്വേജിലുള്ള ഏത് ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ ഏതിന് പറ്റും? യൂണിക്കോഡിന് പറ്റും. ഓക്കെ, അപ്പോൾ ലാറ്റിൻ ക്യാരക്ടേഴ്സിനെ മാത്രമല്ല ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഏത് ലാംഗ്വേജും, അറബിക്, ഉറുദു, ഇങ്ങനെയുള്ള ഏത് ലാംഗ്വേജിലുള്ള ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ ഏതിന് പറ്റും? യൂണിക്കോഡിന് പറ്റും. പിന്നെ യൂണിക്കോഡ് 16 ബിറ്റ്സ് ആണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഒറിജിനൽ ഫോം 16 ബിറ്റ് ആകുമ്പം 65,536 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആസ്കി മാക്സിമം 8 ബിറ്റാണ്. അതിന് 2⁸8 ദാറ്റ് ഈസ് 256 ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ ആസ്കിക്ക് പറ്റുള്ളൂ. ഇതിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒന്നുകിൽ ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്ന 4 ഫോർമാറ്റുകൾ ചോദിക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ ആസ്കി യൂണിക്കോഡിനെയും കമ്പയർ ചെയ്യാൻ പറയും. പിന്നെ ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഓർക്കേണ്ടതാണ് അതിൻ്റെ ബിറ്റ് എത്ര ഉണ്ടെന്ന് ഓർക്കുക. പിന്നെ എന്താണ് ആസ്കിൻ്റെ ലിമിറ്റേഷൻ, അതിനെ യൂണിക്കോഡ് ഓവർകം ചെയ്യുന്നതും
ഓർക്കുക. ഓക്കെ, അടുത്ത ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, image and video. In this section, we will see different file formats for storing sound, image and video. ഇവിടെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നല്ലേ, ഏതൊക്കെ ഫോർമാറ്റിലാണ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ആദ്യം ഡിജിറ്റൽ ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെ നോക്കാം. An image is most popularly stored in Joint Picture Expert Group JPEG file format. ഒരു ഇമേജ് മെയിനായിട്ട് പോപ്പുലർലി സ്റ്റോർ ചെയ്യുന്നത് ജോയിൻറ്റ് പിക്ചർ എക്സ്പേർട്സ് ഗ്രൂപ്പ് JPEG എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഫോർമാറ്റിലാണ്. ക്ലിയർ അല്ലേ? പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ആൻ ഇമേജ് ഫയൽ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. മെയിനായിട്ട് ഒരു ഇമേജ് ഫയലിന് 2 പാർട്സ് ആണുള്ളത്. ഒന്ന് ഹെഡർ ഇൻഫോർമേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇമേജ് ഡാറ്റ. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ഇമേജ് ഫയലിന് ഉണ്ടാവുക? 2 പാർട്ട്, ഹെഡർ ഇൻഫോർമേഷൻ ആൻഡ് ഇമേജ് ഡാറ്റ. ഓക്കെ, ഇൻഫോർമേഷൻ സച്ച് ആസ് നെയിം ഓഫ് ദി ഫയൽ, സൈസ്, മോഡിഫൈഡ് ഡാറ്റ, ഫയൽ ഫോർമാറ്റ് എക്സെട്ര ആർ സ്റ്റോർഡ് ഇൻ ദി ഹെഡർ പാർട്ട്. ഹെഡർ പാർട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇൻഫോർമേഷൻ സച്ച് ആസ് നെയിം ഓഫ് ദി ഫയൽ, ഫയലിൻ്റെ പേര്, അതിൻ്റെ സൈസ്, മോഡിഫൈഡ് ഡാറ്റ, ഫയൽ ഫോർമാറ്റ്, ഇതൊക്കെ ആയിരിക്കും എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഹെഡർ പാർട്ടിൽ. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞ ഇമേജ് ഡാറ്റ. ദി ഇൻറ്റൻസിറ്റി വാല്യൂ ഓഫ് ഓൾ പിക്സൽസ് ഈസ് സ്റ്റോർഡ് ഇൻ ദി ഡാറ്റ പാർട്ട് ഓഫ് ദി ഫയൽ. ആ ഡാറ്റ ഇമേജ് ഡാറ്റ പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്ന എന്തായിരിക്കും? ഇൻറ്റൻസിറ്റി വാല്യൂ ഓഫ് ഓൾ പിക്സൽസ് ഈ സ്റ്റോർഡ് ഇൻ ദി ഡാറ്റ പാർട്ട്. എത്ര പിക്സൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഈ ഇമേജ് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ പാർട്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഹെഡർ ഇൻഫോർമേഷനിൽ ആ ഫയലിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ്, നെയിം ഓഫ് ദി ഫയൽ, സൈസ്, മോഡിഫൈഡ് ഡാറ്റ, ഫയൽ ഫോർമാറ്റ്, ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ ഇമേജ് ഡാറ്റയിൽ ആ ഡാറ്റ പാർട്ടിൽ ഇൻറ്റൻസിറ്റി വാല്യൂ ഓഫ് ഓൾ പിക്സൽസ് ആണ്. ഡാറ്റേൻ്റെ ഇൻറ്റൻസിറ്റി പിക്സൽസിൽ അതായിരിക്കും, പിക്സൽസ് ആയിരിക്കും ഡാറ്റ പാർട്ടിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യമാണ്, ഡിപ്പെൻഡിങ് ഓൺ ദി ആപ്ലിക്കേഷൻ ഇമേജസ് ആർ സ്റ്റോർഡ് ഇൻ വേരിയസ് ഫയൽ ഫോർമാറ്റ്സ് സച്ച് ആസ് ബിറ്റ് മാപ്പ് ഫയൽ ഫോർമാറ്റ് BMP, ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ് TIFF, ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ് GIF, പോർട്ടബിൾ ഓർ പബ്ലിക് നെറ്റ്വർക്ക് ഗ്രാഫിക് PNG. ഇങ്ങനെയൊക്കെയുള്ള ഫോർമാറ്റിൽ ഇമേജസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓർത്തു വെക്കുക, ഇതിന്ന് ഫുൾ ഫോം എഴുതാൻ ചോദിക്കും, ചിലപ്പം ഫോർമാറ്റുകൾ ചോദിക്കാം. BMP ബിറ്റ് മാപ്പ് ഫയൽ ഫോർമാറ്റാണ് ഒന്ന് ഇമേജിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ് TIFF, ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ് GIF, പിന്നെ പോർട്ടബിൾ ഓർ പബ്ലിക് നെറ്റ്വർക്ക് ഗ്രാഫിക് PNG. ഇങ്ങനെയൊക്കെയുള്ള ഫയൽ ഫോർമാറ്റുകളിൽ ഇമേജസിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, പിന്നെ ഡിജിറ്റൽ ഓഡിയോ ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ്സ് ലൈക്ക് WAV, MP3, MIDI, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഡിജിറ്റൽ ഇൻ്റർഫേസ്, AIFF. ഇങ്ങനെയൊക്കെയുള്ള ഫോർമാറ്റിലാണ് ഡിജിറ്റൽ ഓഡിയോ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? WAV വേവ്, MP3, MIDI മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഡിജിറ്റൽ ഇൻ്റർഫേസ്, AIFF. ഈ ഫോർമാറ്റുകളിലൊക്കെയാണ് ഏത് ഓഡിയോ ഡാറ്റ, ഡിജിറ്റൽ ഓഡിയോ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി വീഡിയോ ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ഫയൽസ് സച്ച് ആസ് AVI ഓഡിയോ, വീഡിയോ ഇൻ MP3, JPEG 2, WMV എക്സെട്ര. വീഡിയോ ഫയൽസിനെ വേറെ ഫോർമാറ്റുകളിലും സ്റ്റോർ ചെയ്യുന്നുണ്ട്. AVI ഓഡിയോ, വീഡിയോ ഇൻ്റർലീവ്, MP3, JPEG 2, WMV എക്സെട്ര. ഈ ഇത്രയാണ് ഫയൽ ഫോർമാറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർക്കുക, റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, അടുത്ത് പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, അതിന് ഉപയോഗിക്കുന്ന ASCII അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്, നെക്സ്റ്റ് EBCDIC എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്, പിന്നെ അടുത്ത ISCII ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്,
അടുത്ത യൂണീക്ക് കോഡ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ, ഇമേജ് ആൻഡ് വീഡിയോ, ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ.